പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NISൻ്റെ +2 ഡാറ്റ എൻട്രി കോഡ് നമ്പർ 336 ന്യൂ സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിലിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 3 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കും 4 മാർക്കും നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചു. ഇനി ഇതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേഷനിൽ മൊത്തം 10 ചാപ്റ്ററാണ്. ആ 10 ചാപ്റ്ററിൽ നമുക്ക് പബ്ലിക് എക്സാമിന് 6 ചാപ്റ്റർ പഠിച്ചാൽ മതി. ആ 6 ചാപ്റ്റർ ഏതാണെന്നുള്ളത് NISൻ്റെ സൈറ്റിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് സിലബസിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ ഡാറ്റ എൻട്രിയുടെ ന്യൂ ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വീഡിയോ തന്നെ പബ്ലിക് എക്സാമിനേഷൻ്റെ 6 ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ തന്നെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൂടുതലും ഫസ്റ്റ് ചാപ്റ്റർ എന്നും 10ാമത്തെ ചാപ്റ്റർ എന്നാണ് ചോദിക്കുന്നത്. 4 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒക്കെ കൂടുതൽ ഫസ്റ്റ് ചാപ്റ്ററിനും 10ാമത്തെ ഇൻ്റർനെറ്റിൻ്റെ ചാപ്റ്റർ അത് കൂടുതൽ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ ഇടയിലുള്ള ചാപ്റ്ററൊന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇത് 100 മാർക്കിൻ്റെ പേപ്പർ ആയതുകൊണ്ട് തന്നെ 60 മാർക്ക് പ്രാക്ടിക്കൽ, 8 മാർക്ക് അസൈൻമെൻറ്റ്, 32 മാർക്ക് തിയറി പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ തിയറിക്ക് 40ലാണ് വരുന്നതെങ്കിലും 32ലേക്ക് കൺവേർട്ട് ചെയ്യും. അസൈൻമെന്റ് 20ലാണ് നമ്മൾ എഴുതി കൊടുത്തെങ്കിലും അതിന് 8ലേക്ക് കൺവേർട്ട് ചെയ്യും. പ്രാക്ടിക്കൽ 60ആണ്. അപ്പോൾ പ്രാക്ടിക്കലും അസൈൻമെന്റ് നിങ്ങൾ പേടിക്കേണ്ട, അത് ഷുവർ പാസ്സാവും. പക്ഷെ തിയറി പരീക്ഷയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രാക്ടിക്കൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ പാസ്സാകുന്നതന്നെ ഉള്ളൂ. തിയറിയിൽ നമുക്ക് ഏകദേശം ഒരു 12-13 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവും. ക്വസ്റ്റ്യൻസ് +2 ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡ് തയ്യാറാക്കി. ഗൈഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ 1-2 ചാപ്റ്ററുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. 2024 ഏപ്രിലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 20ാമത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. റൈറ്റ് ദി നെയിം ഓഫ് എനി 2 ഗ്രാഫിക് ടൂൾസ് ആണ്. 2 ഗ്രാഫിക് ടൂൾസ് ആൻഡ് എനി 1 DBMS പ്രോഗ്രാം. DBMS എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് സഹായിക്കുന്ന ഗ്രാഫിക് ടൂൾസുകൾ ഏതൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ ആൻസർ MySQL ഉണ്ട്, പിന്നെ SQL സർവന്റ് വരുന്നുണ്ട്, പിന്നെ വരുന്നത് ഒറാക്കിൾ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ 2 മതി. അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് MySQL. SQL എന്ന് പറയുന്നത് യൂസർ ബൈ ടോപ്പ് കമ്പനീസ് ആണ്, ലൈക്ക് ഗൂഗിൾസ്, അതേപോലെ തന്നെ യൂട്യൂബ്, ട്വിറ്റർ, ഇങ്ങനെ വലിയ വലിയ കമ്പനികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഡാറ്റാബേസ് ആണ് എന്ന് പറയുന്നത് MySQL എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് SQL സെർവർ മാനേജ്മെന്റ് ആണ്. ഇറ്റ് കമ്പൈൻ എ പവർഫുൾ സെറ്റ് ഓഫ് യൂസർ ഫ്രണ്ട്ലി ഗ്രാഫ്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഗ്രാഫിക്കൽ ആയിട്ടുള്ള ടൂൾസ് ആണ്. വെറൈറ്റി ഓഫ് സ്ക്രിപ്റ്റ് എഡിറ്റർ ടു പ്രൊവൈഡ് ആക്സസ് ആൻഡ് മാനേജ്മെന്റ് ഫോർ SQL സെർവർ വരുന്നുണ്ട്. പിന്നെ ഒറാക്കിൾ വരുന്നുണ്ട്. 2 ഇതിൽ പറഞ്ഞ മതി. ഇനി ഇത് അറിയാത്തവരാണെങ്കിൽ റൈറ്റ് ദി നെയിം ഇനി 3 ടൈപ്പ് ഓഫ് 3 ടൈപ്പ് ഓഫ് പ്രിന്റർ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഗൈഡിൽ 1ാമത്തെ ചാപ്റ്റർ ഉണ്ടാവും. ഗൈഡിലാണെങ്കിൽ നമുക്കത് 12ാമത്തെ പേജിൽ കാണാൻ പറ്റുന്നുണ്ട് പ്രിന്ററിനെ കുറിച്ചിട്ട്. നമുക്കിതിൽ 3 ടൈപ്പ് ഓഫ് പ്രിന്റർ പറയുന്നുണ്ട്. ഓരോ പ്രിന്ററിന് ഓരോ മാർക്കാണ്. 3 ടൈപ്പ് വരുമ്പോൾ 3 മാർക്കാണ്. ലേസർ പ്രിന്റർ ഉണ്ടെന്ന് ഷോർട്ട് ആക്കിയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൊടുക്കണം. ലേസർ പ്രിന്റർ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലും ശബ്ദമില്ലാതെയും പ്രിന്റ് ചെയ്യാവുന്ന ഉപകരണമാണ് ലേസർ പ്രിന്റർ. ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങളും അക്ഷരങ്ങളും അച്ചടിക്കുന്നു. ഈ പ്രിന്ററിന്റെ വില കൂടുതലാണ്. 2ാമത് പറയുന്നത് ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ്. ഉയർന്ന നിലവാരമുള്ളതും ഉള്ള ചിത്രങ്ങളും അക്ഷരങ്ങളും പകർത്തുമെങ്കിലും ലേസർ പ്രിന്റിനേക്കാൾ വേഗത കുറവാണ്, വിലയും കുറവാണ്. 3ാമത്തെ പ്രിന്റർ ആണ് പറയുന്നത് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന പേരിൽ അറിയപ്പെടും. ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറഞ്ഞാൽ വളരെ ഫലപ്രദമാവും വില കുറഞ്ഞതുമായ പ്രിന്ററാണ്. ഇതിന്റെ വേഗത സെക്കൻഡിൽ അല്ലെങ്കിൽ ക്യാരക്ടർ പെർ സെക്കൻഡ് ആണ് ഉപയോഗിച്ച് അളക്കുന്നുണ്ട്.
മറ്റ് പ്രിന്റുകളെ അപേക്ഷിച്ച് വില കുറഞ്ഞത് വേഗത കുറഞ്ഞതുമാണ്. പിന്നെ ലൈൻ പ്രിന്റർ ഉണ്ട്, നമുക്ക് 3 എഴുതിയാൽ മതി. ഓക്കെ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 3 ways of creating data source. 3 രീതിയിൽ എങ്ങനെയാണ് മെയിൽ മെർജിൽ ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്ന് എക്സൽ സ്പ്രെഡ്ഷീറ്റ് രൂപത്തിൽ, രണ്ടാമത് ടെക്സ്റ്റ് ഫയല്, 3 കോമാസ് പാരറ്റഡ് വാല്യൂ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് ഫീൽഡ് കോഡ് എന്ന് പറയും. അപ്പൊ എക്സൽ സ്പ്രെഡ്ഷീറ്റ്, ടെക്സ്റ്റ് ഫയൽസ്, അതേപോലെ തന്നെ കോമ സെപ്പറേറ്റഡ് വാല്യൂസ്, ഇങ്ങനെ 3 എഴുതിയാൽ മതി. 22ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്പ് ടു ക്രിയേറ്റ് ഡാറ്റ സോഴ്സ് യൂസിങ് എക്സൽ വർക്ക് ഷീറ്റ് ആണ്. എങ്ങനെയാണ് ഡാറ്റ സോഴ്സ് എക്സൽ വർക്ക് ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് ചോദിക്കുന്നത്. അത് നമുക്ക് 5ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഗൈഡിലാണെങ്കിൽ നമുക്ക് 70ാമത്തെ പേജിൽ പറയുന്നുണ്ട്. 70ാമത്തെ പേജിൽ 6ാമത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറയുന്നത് എക്സൽ വർക്ക് ഷീറ്റ് ഉപയോഗിച്ച് ഡാറ്റ സോഴ്സ് എങ്ങനെ ഉണ്ടാക്കാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് രൂപത്തിൽ എഴുതണം. 3 മാർക്കിനാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സൽ തുറക്കാം. മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെ തുറക്കാം? സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാംസ്, MS ഓഫീസ്, അതിൽ ഏതാ ലേറ്റസ്റ്റ് വെർഷൻ നോക്കുക. അതിൽ മൈക്രോസോഫ്റ്റ് എക്സൽ തുറക്കുക. അതിൽ പുതിയൊരു വർക്ക് ഷീറ്റ് തുറക്കുക. രണ്ടാമത്തെ മുകളിലത്തെ നിരയിൽ ഡാറ്റ ഫീൽഡിന്റെ പേരുകൾ എഴുതുക. മുകളിലെ നിരയിൽ ഡാറ്റ ഫീൽഡിന്റെ പേര് എഴുതുക. ഡാറ്റ റെക്കോർഡുകൾ 2ാമത്തെ നിര മുതൽ എഴുതുക. 3ാമത് പറയുന്നുണ്ട് ഡാറ്റ റെക്കോർഡുകൾ എല്ലാം എഴുതി കഴിയുമ്പോൾ വർക്ക്. 4ാമത്തത് നമ്മൾ എഴുതിയ ഡാറ്റ ഫീൽഡിന്റെ പേരുകളും എല്ലാ റെക്കോർഡുകളും സെലക്ട് ചെയ്യുക. എന്നിട്ട് കോപ്പി ക്ലിക്ക് ചെയ്യുക. ഫയൽ ക്ലോസ് ചെയ്ത് എക്സൽ എക്സിറ്റ് ചെയ്യുക. 5ാമത് പറയുന്നുണ്ട് MS വേർഡ് തുറന്ന് പുതിയ ഡോക്യുമെന്റ് തുറക്കുക. എന്നിട്ട് പേസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡാറ്റ ഇതിലേക്ക് കോപ്പി ആകുന്നു. ഈ ഡോക്യുമെന്റ് സേവ് ചെയ്യുക. ഡാറ്റ സോഴ്സ് ഡോക്യുമെന്റ് തയ്യാറായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഗൈഡിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇനി 23ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. എക്സ്പാൻഡ് ദി ഫോളോയിങ് എനി 3. ഏതെങ്കിലും 3 എക്സ്പാൻഡ് ചെയ്യുക. അതിന്റെ ഫുൾ ഫോം എഴുതുക. ഓരോന്നിനും ഓരോ മാർക്കാണ്. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ. ഇനി KBPS എന്ന് പറയുന്നത്, KBPS എന്ന് പറഞ്ഞാൽ കിലോബൈറ്റ് പെർ സെക്കൻഡ് ആണ്. കിലോബൈറ്റ് പെർ സെക്കൻഡ് ആണ് KBPS. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് പ്രോട്ടോകോൾ ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് HTTP. CC എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് കാർബൺ കോപ്പി ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും എളുപ്പമുള്ളത് എഴുതാം. IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, CC കാർബൺ കോപ്പി, ഇങ്ങനെ 3 എഴുതിയാലും മതി. ഓരോന്നിനും ഓരോ മാർക്ക്. ഇതാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് 1 മാർക്കിന്റെ വിവിധ തരത്തിലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫാൾസ് അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. അവതരിപ്പിച്ചാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാ വിഷയത്തിൻ്റെ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും ക്ലാസ്സുകളും കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നമ്മൾ SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ നാട്ടിലെ ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതാം. 5 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. 5 വർഷത്തിൻ്റെ ഉള്ളിൽ പരീക്ഷ എഴുതിയാൽ മതി. 6 മാസത്തിൻ്റെ ആണെങ്കിലും 5 വർഷം വരെ നമുക്ക് അതിൻ്റെ വാലിഡിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈനായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോലിക്ക് തടസ്സം വരില്ല. അതിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് മൊബൈലിൽ പരീക്ഷ എഴുതണമെങ്കിൽ നമ്മൾ ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.